നമസ്കാരം, ഞാൻ അനന്തുറ്റി. ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ യാത്ര പിറവത്ത് നിന്നും 9 കിലോമീറ്റർ അകലെയുള്ള ഇലഞ്ഞിയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്കാണ്. കൂരിമല എന്നാണ് ഇതിന്റെ പേര്. അധികം ആരാലും അറിയപ്പെടാതെ പോയ എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ടൂറിസ്റ്റ് ലൊക്കേഷനാണ് കൂരിമല. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരം ലഭിക്കുകയും ഒരുപാട് ആളുകൾ ഈ കൂരിമലയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. കൂരിമലയുടെ സൗന്ദര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് കൂരിമല വ്യൂ പോയിന്റിന്റെ എൻട്രൻസ്. ഇത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ദൂരെ കാണുന്നതാണ് വാച്ച് ടവർ. അതിന് മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാലാണ് ഇത് ഈ ഏരിയയുടെ ഒരു സീനിക് ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ രാവിലെ തന്നെ ഒരു ചെറിയ നടത്തം പാസ്സാക്കിയാലാണ് അവിടെ എത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. രാവിലെ തന്നെ നല്ലൊരു ജോഗിങ് ആയിട്ടുണ്ട്. ആ ചെറിയ ഒരു നടത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോഴാണ് ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കി വെച്ച് ഈ പ്രകൃതി നമ്മളെ സമാധാനിപ്പിക്കുന്നത്. സൂര്യനെ എതിരേൽക്കാനായി കിഴക്കേ ചക്രവാളം അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ താഴെ പുകമഞ്ഞിന്റെ വെള്ള കമ്പിളി ധരിച്ച് ഉറക്കച്ചറോടുകൂടി നിൽക്കുകയാണ് താഴ്വാരങ്ങൾ. അപ്പോൾ ആ കയറ്റമൊക്കെ കയറി ഈ കാഴ്ചകളൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ ഒന്ന് വിശ്രമിക്കാനായിട്ട് ഇവിടെ ഇരിക്കാം. അത്യാവശ്യത്തിന് ഒരു 10-15 പേർക്ക് വെയിലോ മഴയോ ഒന്നും കൊള്ളാതെ വിശ്രമിക്കാൻ പാകത്തിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴും മനോഹരമായ ഈ ദൃശ്യങ്ങൾക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. കണ്ടാൽ ഏകദേശം ഒരു 30 അടി ഉയരം തോന്നിക്കുന്ന ഈ വ്യൂവിംഗ് പോയിന്റ് ആണ് ഇവിടുത്തെ ദൃശ്യങ്ങൾക്ക് മിഴിവ് കൂട്ടുന്നത്. ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഇതിന് മുകളിൽ കയറി ഒരു ഫോട്ടോ എടുക്കാതെ പോകാറില്ല. ഞങ്ങളും ഇതിന് മുകളിലേക്ക് കയറുകയാണ്. ഓരോ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് ചെല്ലുന്തോറും ചുറ്റുമുള്ള കാഴ്ചകൾക്ക് ഭംഗി ഒരല്പം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഭംഗി കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പടിക്കെട്ടുകൾ അവസാനിച്ചു. നമ്മളിതാ ഈ വ്യൂവിംഗ് ഗാലറിയുടെ ഏറ്റവും മുകളിലെത്തി. അന്തസ്. ഇതിന് മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത്. ഉദിച്ചു വരുന്ന സൂര്യന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് എല്ലാവരും കിഴക്ക് ഭാഗത്തേക്ക് കണ്ണും നട്ട് നിൽപ്പാണ്. അതിരാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് ഇതുപോലെ സുന്ദരമായൊരു സ്ഥലത്ത് വന്നു നിന്ന് വിദൂരതയിലേക്ക് കണ്ണും നട്ട് ഒന്നും ചിന്തിക്കാതെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, എൻ്റെ മോനെ. കൃത്യം 6:44 സൂര്യനുദിക്കും എന്ന ഗൂഗിളിന്റെ പ്രവചനത്തെ ശരിവെച്ചുകൊണ്ട് കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഇങ്ങനെ മെല്ലെ ഉയർന്നു വരികയാണ്. കിഴക്കേ ചക്രവാളത്തെ ആകെ സ്വർണ്ണ നിറത്തിൽ മുക്കി കുളിപ്പിച്ചുകൊണ്ട് ഒരു മരണമാസ് എൻട്രി. മറ്റേ BGM ഇട്. എൻട്രിയൊക്കെ കലക്കിയെങ്കിലും അധികം താമസിക്കാതെ പുള്ളി മേഘങ്ങൾക്കിടയിലേക്ക് പോയി. എന്തായാലും നല്ലൊരു സൂര്യോദയം കണ്ടതിൻ്റെ സന്തോഷം ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. വീഡിയോ എടുത്ത് ഞങ്ങളും അവരുടെ കൂടെ കൂടി. സൂര്യോദയം കാണലും ഫോട്ടോ എടുപ്പും ഒക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സാമാന്യം പണിപ്പെട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. ഒരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല തിരക്ക് ഇവിടെയുണ്ട്. വ്യൂ പോയിന്റിലും താഴെയുള്ള ആ ഒരു റെസ്റ്റിംഗ് ഏരിയയിലുമെല്ലാം ഒരുപാട് ആളുകൾ ഇരിക്കുന്നു. കൂരിമല സൂര്യോദയം നമ്മൾ കണ്ടു കഴിഞ്ഞു. കൂരിമല സൂര്യോദയം നിൽക്കുന്ന വ്യൂ പോയിന്റിൽ നിന്നും കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ
മറ്റൊരു ചെറിയ കാഴ്ച കൂടിയുണ്ട്. ആ കാഴ്ചയിലേക്ക് പോവാം. കൂരിമല ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിന്റ് മാത്രമല്ല, ഇത് ഒരു കുരിശുമല കൂടിയാണ്. മല കയറി ചെന്നാൽ ഒരു ക്രിസ്ത്യൻ ദേവാലയവും കാണാം. വിശേഷ ദിവസങ്ങളിൽ ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. അങ്ങനെ ഞാൻ ആ ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നു. ക്ഷമിക്കണം ഗൈസ്, സോറി, ഇടയ്ക്ക് സഞ്ചാരം കയറി വന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ദേവാലയം. പക്ഷെ നമുക്ക് വരേണ്ടത് ഇവിടെയല്ല, ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മളിതാ ഇതിലെ ഇങ്ങനെ നടന്നു വന്ന് ഒരൊറ്റയടി പാതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂരിമലയുടെ പിറകുവശത്തെത്തും. നമുക്ക് മുൻപേ ഇവിടെ എത്തിയ ചിലർ അവരുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നുണ്ട്. ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയിൽ എന്നെ ഒരല്പം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ദാ ഇവിടെ കാണാം. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരു കാഴ്ചക്കാരനും ഒരു ഉൾക്കിടിലം സമ്മാനിക്കുന്ന അതിഭീകരമായ ഒരു കരിങ്കൽ ക്വാറി. പക്ഷെ ആ വേദനകൾക്കുമപ്പുറം മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ വീണ്ടും. ഈ യാത്രയിലെടുത്ത ചില ഫോട്ടോകൾ കൂടി ഈ വീഡിയോക്കൊപ്പം ചേർക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും